Hi friends, welcome to Orange Zone. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ആൾട്ടോയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് ആക്സസറീസ് ഉണ്ട്. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആക്സസറീസ്. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇനി മുതൽ അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രഷർ, അതായത് ടയറിനുള്ളിലുള്ള പ്രഷർ അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഉപകരണത്തെ പറ്റിയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കൊറിയറായിട്ട് വന്ന ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വന്ന ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തൊരു പെന്ന് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നല്ല വൃത്തിയുള്ളൊരു പാക്കറ്റിംഗ് ആണ്. വെറൈറ്റി പാക്കറ്റിംഗ് ആണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണിക്കുന്നത് സോളാർ ചാർജിങ് ആണ് ഇതിൻ്റെ മോണിറ്റർ. പിന്നെ USB ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രഷർ മോണിറ്റർ കാണിക്കും. ടെമ്പറേച്ചർ മോണിറ്റർ ഉണ്ടാവും ഇതിൻ്റെ കൂടെ. പിന്നെ കളർ ഡിജിറ്റൽ ഡിസ്പ്ലേയും ആൻറ്റി ഹൈ ടെമ്പറേച്ചർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഉള്ളൊരു ചെറിയ സ്പാൻഡർ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബോൾട്ട് പോലത്തെ സാധനങ്ങളും കാണുന്നുണ്ട്. ഇത് ടൈറ്റ് ചെയ്യാനുള്ളതായിരിക്കാം. ഇത് സർട്ടിഫിക്കറ്റ് വാറണ്ടിയാണ്. XPR3SS ഇതാണ് ഇതിൻ്റെ പേരെന്ന് തോന്നുന്നുണ്ട്. ഇത് കുറേ വായിക്കാനുണ്ട്. ഇത് ആണ് യൂസർ മാനുവൽ. കുറച്ചുണ്ട്, വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മുടെ മോണിറ്റർ. ഇതാണ് സോളാർ ചാർജിങ് ആണ് സാധനം. തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് മോണിറ്റർ വരുന്നത്. ഇതൊരു സൈഡ് സ്വിച്ച്. ഇത് പവർ ബട്ടണും അതിൻ്റെ കൂടെ തന്നെ സൈഡ് മാറ്റുന്ന സ്വിച്ചാണ്. ഇത് മോഡ് മാറ്റുന്നതായിരിക്കും. PSI ബാറൊക്കെ അങ്ങോട്ട് കൊണ്ട് മാറ്റുന്നതിൻ്റെ ആയിരിക്കും. ഓക്കെ, അതാണ് ഇത്. ശരി, ഇതാണ് നമുക്കുള്ള സെൻസേഴ്സ്. ഇത് ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, റിയർ റൈറ്റ്, റിയർ ലെഫ്റ്റ്, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. ഇതിനോടൊരു ചാർജിങ് USB ചാർജിങ് കേബിളും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിത് ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ പ്രസൻറ്റിലുള്ള നോബ് അഴിക്കാം. അഴിച്ചിട്ട് ആദ്യം ഇത് പ്ലേസ് ചെയ്യാം. ഈ ഒരു വാഷർ പോലത്തെ സാധനം. തലതിരിച്ചാണോ നേരെയാണോ പോയി, ഇങ്ങനെ ഇരിക്കാം. ഇതൊക്കെ സ്പീഡ് പഠിച്ചു വിട്ടോട്ടോ. ഓക്കെ, ഫൈൻ. ദെൻ ഇത് ഫ്രണ്ട് ലെഫ്റ്റ്, FL എന്നാണ് ഫ്രണ്ട് ലെഫ്റ്റ്. ഓക്കെ, ഓക്കെ, ടൈറ്റ് ആക്കി വെച്ചു. ദെൻ ആ വാഷ് നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഇതിനോട് ടൈറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, അത് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 4 വീലിലും സെൻസേഴ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മോണിറ്റർ ഓൺ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ മോണിറ്റർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരു സോളാർ പാനലുണ്ട്. ദെൻ ഇവിടെയാണ് ചാർജിങ് ഏരിയ വരുന്നത്. അത് പഴയ ചാർജിങ് സ്ലോട്ടാണ് വരുന്നത്, USB-ൻ്റെ. പിന്നെ ഇതാണ് പവർ ബട്ടൺ. ദെൻ ഇത് നമുക്ക് മോഡ് മാറ്റാനുള്ളതും. ഈ പവർ ബട്ടണിൽ തന്നെയാണ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷൻസും വന്നേക്കുന്നത്. മീൻസ് മാക്സിമം നമുക്ക് ഏറ്റവും കുറഞ്ഞു പോയി, പ്രഷറൊക്കെ ഏറ്റവും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള അലാം സെറ്റ് ചെയ്യുന്ന സ്ഥലമാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇതിപ്പോൾ 4 വീലിലെയും ഒരു കാറിൻ്റെ ചിത്രം നമുക്ക് കാണിക്കുന്നുണ്ട് മിഡിൽ. അതിൽ 4 വീലിൻ്റെയും പൊസിഷൻസും അതേപോലെ അതിൻ്റെ PSIയിലാണ് ഞാനിപ്പോൾ PSIയിലാണ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ബാറിലേക്ക് ആക്കാം. അതേപോലെ ഡിഗ്രി സെൽഷ്യസ്, എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് എന്നുള്ളത് നമുക്ക്
ഉള്ളിലുള്ള ടെമ്പറേച്ചർ എത്രയുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെയും കാണുകയും ചെയ്യാം. 27, 25, 31, 30. ആൻഡ് ഇവിടെയാണ് ഇതിൻ്റെ നമ്മുടെ പ്രഷർ കാണിച്ചിരിക്കുന്നത് PSIയിൽ 30, 30 രണ്ട് സൈഡിലും, ലെഫ്റ്റ് രണ്ട് സൈഡിലും, ആൻഡ് 30 to 30 റൈറ്റ് സൈഡ് രണ്ട് സൈഡിലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന സ്റ്റിക്കറാണിത്, ഡബിൾ സൈഡ് സ്റ്റിക്കർ. അപ്പോൾ ഇത് നമുക്കിവിടെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഓൾ നമ്മുടെ ഡാഷ്ബോർഡിന് മുമ്പ് തന്നെ ആയിട്ട് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞു. ദെൻ ഇവിടെ ആയിട്ട് നമുക്കിത് പ്ലേസ് ചെയ്യാം. ഓക്കെ ഓക്കെ അത്യാവശ്യം ഒട്ടി നിൽക്കുന്നുണ്ട്, കുറഞ്ഞു വരത്തില്ല എന്ന് വിചാരിക്കാം. ഒന്നും ആരും വലിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെക്കാം. ഓക്കെ, ഇതിപ്പം സോളാർ ചാർജിങ് ആണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതിൽ നമുക്ക് അടുത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ സോളാറിൽ ചാർജ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് USB കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.